ഇപ്പൊ സമൂഹത്തിൽ നോക്കുകയാണെങ്കിലും ഇതേപോലെ ഒരുപാട് സിബ്ലിങ്സ് ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചിലപ്പം ഈ കൂടപ്പിറപ്പുകളൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോ ഇവരെ നോക്കാത്ത ആളുകളും ഉണ്ട്. അതുണ്ട്, നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സിസ്റ്റർ എന്നെ ഭയങ്കര കാര്യമാണ്, ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. എൻ്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ അവള് വയലന്റ് ആവും. ആരാണ് കരയിപ്പിച്ചതെന്ന് ചോദിക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിള്ളേരായാലും മേമ എന്ന് പറഞ്ഞ വലിയൊരു ക്യാരക്ടർ. അതേപോലെ നമുക്ക് അപൂർവം ചില ഫ്രണ്ട്സ് ഉണ്ട്, എന്തുണ്ടെങ്കിലും പറയാനും. ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്ന് സന്ധ്യ വിളിക്കാനെ സമയത്ത് ചേച്ചി എന്താ ചേച്ചി പറ, ചേച്ചിക്ക് എന്താ സിസ്റ്റർലി ബോണ്ട് ഇവിടെ ഉണ്ട്. അയ്യോ ഒന്ന് മൂളിയാ മതി, വയലന്റ് ആവുള്ളൂ. ചേച്ചി പറ, ആരാണ് ചേച്ചിനെ വിഷമിപ്പിച്ചത്? അങ്ങനെയല്ലേ ഈ പറയുന്ന ശരിക്കും ഒരു സിബ്ലിങ്സ് ബോണ്ട് ഇവിടെ ഉണ്ട് എല്ലാവരോടും അല്ല, നമുക്ക് അടുത്ത ആളുകളോട്. സന്ധ്യ എല്ലാരോടും ഒന്നുമില്ല, റയർ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു സന്ധ്യ വെച്ചിട്ട്. കാരണം അവളുടെ കാര്യം നോക്കി സമയത്ത് കറക്റ്റ് 2 ദിവസം കൊണ്ട് തീർക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. വഴിച്ച് നീട്ടരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് കാരണം ക്യാഷ് ചെലവാക്കുന്ന ആള് ഇതാണ്. അപ്പം നമുക്ക് ആ ആൾക്ക് നമ്മള് സാറ്റിസ്ഫാക്ഷൻ ആക്കണം വർക്കിന്റെ കാര്യത്തിൽ. അവള് ഹാപ്പിയാണ്, കാരണം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതുകൂടാണ്ട് ക്യാഷൊന്നും വലിയ കാശൊന്നും ആയിട്ടില്ല, സന്ധ്യയെ സംബന്ധിച്ച് വലിയ പൈസയൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്കത് തിരിച്ചു പിടിക്കാനാ നമ്മൾ എന്തായാലും അതിനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതെ 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 അതെ. ഇപ്പൊ ഒരു 100 രൂപയാണെങ്കിൽ അതിന് അതിന്റെ വാല്യൂ ഉണ്ട്. സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതല്ലേ സ്ത്രീകള് ഒക്കെ ആണെങ്കിലും അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് നല്ല കാര്യമാണ്. അതെ, ശരിക്കും പറഞ്ഞാല് ഒരു ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് എന്തായിരുന്നു ബിസിനസ്? 3 ഷോപ്പുണ്ട്, പാർലർ ഉണ്ട്. 3 എണ്ണം ഒക്കെ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡും കൂടി കുഴപ്പമില്ലാണ്ട് അതെ, ഒരു സപ്പോർട്ടിങ് ഹസ്ബൻഡ് അല്ലേ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതത്ര ഈസി അല്ല. ഈ പുതിയതായിട്ട് വരുന്ന ബിസിനസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഓണ്ടർപ്രനർ ആകണം എന്ന് ആഗ്രഹമുള്ള ഗേൾസിന്റെ അടുത്ത് അല്ലെങ്കിൽ വുമൻസിന്റെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? സ്വന്തം കാലിൽ നിൽക്കുക, അത്ര തന്നെയാണ്. അത്രേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ട് നിൽക്കണം. ആരുണ്ടെന്ന് പറഞ്ഞാലും ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തം. സന്ധ്യയുടെ പാർലറിൽ കൂടുതലും ലേഡീസ് തന്നെയാ ആണ്, യൂണിസെക്സ് അല്ല. യൂണിസെക്സ് ആണ്, പക്ഷേ കൂടുതലും ലേഡീസ് ആണ്. അങ്ങനെ ജെൻസിനെ മാറ്റി നിർത്തിയിട്ടും അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ജെൻസ് വരുമ്പോ ജെൻസിനുള്ള ട്രീറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ലേഡീസ് വരുമ്പോ ഈ ഒരു ഒരുപാട് ഇമോഷണൽ രീതിയിലൂടെ പോകുന്ന ഒരു മൂവിയാണല്ലോ, ഷോർട്ട് ഫിലിം ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തു പോയ സീൻ ഏതായിരിക്കും? ലാസ്റ്റ് ജീപ്പിൽ പോണില്ലേ, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാണ്ട് പോകുമ്പോ സന്ധ്യ ആദ്യമൊക്കെ ഗ്ലിസറിൻ തേക്കുമായിരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ സന്ധ്യക്ക് ഗ്ലിസറിൻ വേണ്ട. പിന്നെ അങ്ങനെ ശങ്കുരുവിനെ ചേർത്ത് പിടിക്കില്ല, അതൊക്കെ ശരിക്കും കരഞ്ഞതാ. സിബ്ലിങ്സ് ഉണ്ടോ? ചേട്ടന്മാര്. അപ്പൊ കുഞ്ഞനീത്തിയാണ്. അതെ, അപ്പൊ ഇത്തവണ ഒരു ചേച്ചി ആവാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കാണാൻ പോകുന്നപ്പോ നിങ്ങൾ സിബ്ലിങ്സ് എല്ലാം ഒരുമിച്ചായിരിക്കും ഒരു പ്രിവ്യൂ ഒക്കെ, തിയേറ്റർ പ്രിവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് പോകുന്നത്? ഉറപ്പായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, എങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്? ആ സ്റ്റോറി എന്താണ്? ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് ഇതേപോലെ ഒരു ഷോപ്പിൽ വന്നിട്ട്, സന്ധ്യയുടെ പാർലറിൽ ഞാൻ ഒരു ദിവസം പോയപ്പം അങ്ങനെ തെസ്നി ചേച്ചി ഭയങ്കര സന്തോഷം വന്നതിൽ എന്നൊക്കെ പറഞ്ഞു. എന്നെ വന്ന് ഒരുപാട് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അതങ്ങനെ വിട്ടു. പിന്നെ ഇടയ്ക്കൊക്കെ കാണും. പിന്നെ അതൊരു പിന്നത് സംസാരിച്ചൊരു സൗഹൃദമായി. എല്ലാരോടും പെട്ടെന്ന് ക്ലോസ് ആവും. പിന്നെ സന്ധ്യയുടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് വലയങ്ങൾ എന്റേതും കൂടി ഫ്രണ്ട്സാ. കോമൺ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കുറച്ച് റയറായുള്ളൂ ഉണ്ട്. അപ്പം അവരിൽ നിന്ന് സന്ധ്യ എന്നെ കുറിച്ചുള്ള അഭിപ്രായം കേൾക്കും, ഞാൻ അവരിൽ നിന്ന് സന്ധ്യയെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടു. അപ്പൊ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇഷ്ടത്തിലേക്ക് പോയി. ഒരു പാർലറൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പൊ നമുക്ക് പൊതുവേ ഈ ബ്യൂട്ടി മേഖലയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ തന്നെ നമ്മളിങ്ങനെ 100 കാര്യങ്ങൾ ചോദിക്കുമല്ലോ, ബ്യൂട്ടി റിലേറ്റഡ് ടിപ്സ് ഒക്കെ. എങ്ങനെ ടിപ്സ് ഒക്കെ തരുന്ന കൂട്ടത്തിലാണോ? ഇല്ല, ഞാൻ സാധാരണ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ എനിക്ക് ടിപ്സ് ഒക്കെ തരും. ഞാൻ ബ്യൂട്ടി പാർലറിൽ അധികം പോണ ആളല്ല. കാരണം നമ്മൾ ക്ലിനിക്കുകളിലാണ് സാധാരണ ഡോക്ടേഴ്സിന്റെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നോണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്ന. അപ്പം ശരിക്കും പാർലറിലേനും നല്ലത് ബ്യൂട്ടി ക്ലിനിക്കുകളാണ്, ഡോക്ടേഴ്സ് ഉള്ള.
അപ്പോൾ അവിടെയാണ് ഞാൻ സാധാരണ പോവാറ്. പിന്നെ സന്ധ്യയുടെ ഒക്കെ പാർലർ എന്ന് പറയുന്നത് ഹെയർ കട്ടൊക്കെ അടിപൊളിയാണ് അവിടുത്തെ. അടിപൊളി ഹെയർ കട്ട്, ഹെയർ ആണ് കൂടുതൽ, സ്കിന്നിനേക്കാളും കൂടുതൽ. സ്കിന്നല്ല, ഫുൾ ഹെയർ. അടിപൊളിയാണത്. അപ്പൊ അങ്ങനെയാണ്, ആ സെക്ഷനാണ് ഇവർ കൂടുതലുള്ളത്. തസ്നിത, ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇത്രയും കാലം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് വന്നതാണോ? അങ്ങനെ വലിയ ആഗ്രഹം ഡയറക്റ്റ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. നമ്മുടെ ജോലി അഭിനയമാണ്. അഭിനയിക്കാൻ 10 പൈസ കിട്ടാ പോകുക, ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കണ്ടന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ജയരാജും ഷിനോദ് മലയാറ്റൂരാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ തിരക്കഥ എഴുതിക്കോളൂ, ഇതാണ് സംഭവം. ആയിക്കോട്ടെ തസ്നീത്ത എന്ന് പറഞ്ഞാൽ അവർക്ക് റൂം എടുത്ത് കൊടുത്ത് അവരവിടെ ഇരുന്ന് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റെഡിയാക്കി. അപ്പൊ സന്ധ്യ പറഞ്ഞു, നമുക്ക് പ്രൊഡ്യൂസും ചെയ്യാം തസ്നീത്ത എന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരാളുള്ളത് വലിയ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പൊ ഒരെണ്ണം, ഇനിയിപ്പോ ഒരു ഡയറക്ടർ അങ്ങനെ ആവണം എന്നല്ല എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം നമ്മൾ ശരിക്കും ഡയറക്ടർമാരെ സ്തുതിക്കണം. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഫുൾ ഷൂട്ട് ചെയ്തിട്ട്, ഷൂട്ട് ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് ഇതിന്റെ കോ പ്രൊഡക്ഷനാണ്. അയ്യോ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിങ്, എഡിറ്റിംഗ്, മിക്സിങ്, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു അസോസിയേറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനെല്ലാം അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തത്. എനിക്ക് ശരിക്കും സീൻ ഡിവൈഡ് ചെയ്യാനും കൂടിയും സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്കറിയാം അത് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലുണ്ട്. അതാണ്. കാരണം ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തെങ്കിലും ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഡയറക്ഷൻ സൈഡൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എനിക്കറിയാം ഒരു സീൻ എങ്ങനെ വരണമെന്ന്. അപ്പം നല്ലൊരു ജോമോൻ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റിന് എനിക്ക് കിട്ടി. അവനോട് കൂടുതൽ ക്രെഡിറ്റ് അവനും കൊടുക്കണം. കാരണം ജോമോനെ ഈ സീന് ഇസ്തിരിട്ട് കഴിഞ്ഞ് മോനെ വിളിച്ച് ഒരു താത്ത അവിടുന്ന് വന്ന് സംസാരിക്കുന്നു എന്ന് ഇത്രയും എനിക്ക് നല്ല രീതിയിൽ കിട്ടണം എന്ന് പറയുമ്പോൾ അവനത് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് തരും. സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഓക്കെ തസ്നീച്ചയ്ക്ക് ഇത്ര കിട്ടിയാൽ പോരെ, അത് മതി എനിക്ക്. അപ്പം ഞാൻ മോണിറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നാൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ജോമോൻ്റെ ഹെൽപ്പ് ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പല ഇതേപോലെ ഡയറക്ടേഴ്സൊക്കെ അവരുടെ മനസ്സിലുള്ളൊരു സീൻ കാണും, പലരും ഡ്രോ ചെയ്ത് വെക്കുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു സീൻ വേണം, അതെ, അങ്ങനെ എഴുതാതെ ഡ്രോ ചെയ്ത് വെക്കുന്ന ഭരതൻ സാറൊക്കെ പണ്ടൊക്കെ വരച്ചു വെക്കും. അതാ ഞാൻ പറഞ്ഞത്, വരയ്ക്കും സീൻ ഇങ്ങനെയാണ്, എങ്ങനെ ഇരിക്കണം എന്ന്. നമുക്ക് അങ്ങനെ അത്ര വലിയ ആൾക്കാരൊന്നുമില്ലല്ലോ, നമ്മളൊന്നും ആയിട്ടില്ല സിനിമയിൽ. പക്ഷെ നമുക്കറിയാം ഇതിങ്ങനെ കിട്ടിയാൽ നന്നായിരിക്കും. നമ്മൾ എക്സ്പീരിയൻസ് കുറെ കണ്ടിട്ടുള്ള അത് നല്ലൊരു അസോസിയേറ്റിനെ കിട്ടുകയാണെങ്കിൽ ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഐഡിയാസ് നമുക്ക് വേണം കേട്ടോ. ഇതുപോലെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ സീരിയലിലും സിനിമയിലുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി പേരുടെ മുഖം മനസ്സിലൂടെ വന്നു. തീർച്ചയായിട്ടും, അയ്യോ തീർച്ചയായിട്ടും. അങ്ങനെ അതെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നല്ലൊരു അസോസിയേറ്റ് വേണം, നല്ല കഥ വേണം, അത് പൊട്ടിപ്പോവരുത്. ഒന്നും ചെയ്യാൻ പറ്റൂല, എല്ലാവരും ഇല്ല, ഒരു കൂട്ടായ്മയാണ്, ഒരു ടീം വർക്കാണിത്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അതിൽ ഒരാൾ എന്തെങ്കിലും താളപ്പിഴവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കഷ്ടാവും. ഈ അതേപോലെ തന്നെ 10 മിനിറ്റില്, അതായത് ഒരു കുഞ്ഞു കഥ ഒരുപാട് ലാഗ് ഒന്നും ആക്കാണ്ട് കറക്റ്റ് വേണമെങ്കിൽ അത് അരമണിക്കൂറാക്കാം. പിന്നെ അല്ലേ, അതൊരു 10 മിനിറ്റിൽ അത് സംഭവം നിർത്തി, അത് തന്നെ ആള് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോട് കാണിക്കുന്ന ഒരു ഭയങ്കര നല്ല കാര്യം. അതായത് അവരെ ഇട്ട് മുഷിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഉള്ള കഥ 10 മിനിറ്റിൽ